അടുത്ത സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ചായിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ച ആ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഏപ്രിൽ 7 പുനരാരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നവംബർ 13 അവർണ ജാഥ നടത്തി. ഹായ് കൂട്ടുകാരെ, തുടർന്നു 1925 മാർച്ച് 8 ഗാന്ധി വീണ്ടും കേരളത്തിലെത്തി. അദ്ദേഹം എറണാകുളം വഴി മാർച്ച് 10 വൈക്കത്തെത്തി. സത്യാഗ്രഹികളോടൊത്ത് പ്രധാന വജ്ജയിൽ പങ്കെടുത്തു. നവംബർ 23 വൈക്കം ചേർത്തുനിരത്തുകൾ പൊതുജനങ്ങൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. 4ാമത് കേരളത്തിലെത്തുന്നത് 1934 ജനുവരി 10 മുതൽ 22 വരെയാണ്. പരിചയം ഫണ്ട് ശേഖരിക്കാനായിരുന്നു എത്തിയത്. ഈ സമയത്താണ് കൗമുദി എന്ന പെൺകുട്ടി വടകരയിൽ വെച്ച് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന നൽകിയത്. ഞാൻ ഇപ്പോൾ പറയാനുള്ളത് ഗാന്ധിജിയെ കുറിച്ചാണ്. ഗാന്ധിജി 5ാമതായി അവസാനമായി കേരളം സന്ദർശിക്കുന്നത് 1937 ജനുവരി 12 മുതൽ 21 വരെയാണ്. ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധിയുടെ ജീവിതത്തിന്റെ അവസാന കാലം പൊതുവെ ദുഃഖരിതമായിരുന്നു. അദ്ദേഹം വരുത്തിയിരുന്ന ഇന്ത്യ വിഭജനം അതിന്റെ പ്രധാന കാര്യവുമായിരുന്നു. കസ്തൂർബായിയുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കി. വിഷ്ണുഭജനും ആയിരുന്നു ആശ്വാസം. അദ്ദേഹം പ്രാർത്ഥന യോഗങ്ങളിൽ പങ്കെടുത്തു. ജയ് ഹിന്ദ്.